ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും കൊണ്ടുള്ള കുറുക്ക് കാളനാണ്. അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേനയും കൊണ്ട് കാളം കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇത്ര ചേനയാണ് എടുത്തിട്ടുള്ളത്, 2 കഷ്ണം ചേനയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതാക്കി ഒന്നും കട്ട് ചെയ്യണ്ട. ഇതേപോലെ ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ചേന ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട. ഈ ചേനയിൽ ഇങ്ങനെ മൂടി കിടക്കുന്നത്ര വെള്ളം മതി. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഈ ചേനയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ചേന വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, 2 പച്ചമുളക്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ്. ഇനി നമ്മളിത് നന്നായിട്ട് നൈസാക്കി അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ തൈര് ഒഴിച്ച് അരച്ചെടുക്കാം. നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കണ്ട. വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകും. നല്ല പുളിയുള്ള തൈര് എടുക്കണേ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കാളം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ചേന വെന്തിട്ടുണ്ട്. ഇതേപോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണേ. എന്നാലും നമ്മൾ തൈരും നാളികേരമൊക്കെ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കുറുക്കുകാളനായിട്ട് കിട്ടണം. ഞാൻ ഈ ചേന അടുപ്പത്ത് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിരുന്നു. അതേപോലെ നിങ്ങൾ നോക്കണേ. ഞാൻ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് തൈര് ഒഴിക്കാം. ഞാൻ മിക്സിയിൽ വെച്ച് അടിച്ച തൈരാണ്. കട്ട തൈര് ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചതിന് ശേഷമേ ഒഴിക്കാവൂ. അല്ലാതെ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ നാളികേരത്തിന്റെ ഒക്കെ പച്ചച്ചവയൊന്ന് മാറുന്നത് വരെ. ഇപ്പൊ കാളം കൂട്ടാൻ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് തൈര് എടുത്തത് 300 മില്ലി തൈരാണ്. അതേപോലെ ഇനി ഇതിൽ ഉപ്പുണ്ടോ നോക്കാം നമുക്ക്. ഇത് കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ചേർത്ത് കൊടുക്കാം. കാളം കൂട്ടാൻ തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാളം കൂട്ടാൻ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ലൂസായിരിക്കണം. ഇത്ര എന്നാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ്
തണുക്കണ സമയത്ത് കട്ടയായിരിക്കും കാളം കൂട്ടാന്. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറവിടണം. കാളനിക്ക് വറവിടാൻ വേണ്ടി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കാളനിക്ക് വെളിച്ചെണ്ണയാണ് വറവിടാൻ എടുക്കാൻ നല്ലത്. കുറച്ച് ടേസ്റ്റും കൂടുതലായിരിക്കും. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇടാം. ഇനി ഈ വറവിട്ടത് ഈ കാളം കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പൊ നമ്മുടെ കാളം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ബൈ ബൈ.